മലയാള സിനിമയിൽ 100 കോടി ക്ലബ്ബ് എന്നത് ഒരു വലിയ മൈൽസ്റ്റോണാണ്. 2016-ൽ പുലിമുരുകൻ തുറന്ന ഈ ക്ലബ്ബിൽ പിന്നെയും ഒരുപാട് സിനിമകൾ ഇടം നേടിയിട്ടുണ്ട്. അതിൽ തന്നെ ഏറ്റവും വേഗത്തിൽ 100 കോടി ക്ലബ്ബിലെത്തിയ ചിത്രങ്ങളുടെ ലിസ്റ്റാണ് ഈ വീഡിയോയിൽ ചേർത്തിട്ടുള്ളത്. അവസാനം ഇടം നേടിയ ആട് 3 ഈ ലിസ്റ്റിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. 14-ാം സ്ഥാനത്തുള്ള മോഹൻലാലിന്റെ പുലിമുരുകൻ 36 ദിവസമാണ് 100 കോടി ക്ലബ്ബിലെത്താൻ എടുത്തത്. ഈ ക്ലബ്ബിൽ മലയാള സിനിമയിലെ ആദ്യ എൻട്രിയാണ് പുലിമുരുകൻ. 13-ാം സ്ഥാനത്ത് ടോവിനോ തോമസിന്റെ ARM 31 ദിവസമാണ് എടുത്തത്. 12-ാം സ്ഥാനത്തുള്ള മാമിതയും നസ്ലനും നായികാനായകന്മാരായി അഭിനയിച്ച പ്രേമലു 31 ദിവസമാണ് എടുത്തത്. 11-ാം സ്ഥാനത്ത് 24 ദിവസം കൊണ്ട് ഈ ക്ലബ്ബിലെത്തിയ ഉണ്ണി മുകുന്ദന്റെ മാർക്കോയും 10-ാം സ്ഥാനത്ത് 13 ദിവസം കൊണ്ടെത്തിയ ഫഹദിന്റെ ആവേശവുമാണ്. 12 ദിവസം കൊണ്ട് ഈ ക്ലബ്ബിലെത്തിയ മോഹൻലാൽ പൃഥ്വിരാജ് കൂട്ടുകെട്ടിൽ പിറന്ന ലൂസിഫറാണ് 9-ാം സ്ഥാനത്ത്. 8-ാം സ്ഥാനത്ത് സൗബിൻ ഷഹീറും ശ്രീനാഥ് ബാസിയും തുടങ്ങി ഒട്ടനവധി താരങ്ങൾ അണിനിരന്ന മഞ്ഞുമ്മൽ ബോയ്സ് 12 ദിവസമാണ് ഈ ക്ലബ്ബിൽ എത്താനെടുത്തത്. 7-ാം സ്ഥാനത്ത് 11 ദിവസം കൊണ്ട് ഈ ക്ലബ്ബിലെത്തിയ ടോവിനോയും കുഞ്ചാക്കോയും ആസിഫ് അലിയും തുടങ്ങി ഒട്ടനവധി താരങ്ങൾ അണിനിരന്ന 2018-ആണ്. 6-ാം സ്ഥാനത്ത് 10 ദിവസം കൊണ്ട് ഈ ക്ലബ്ബിലെത്തിയ നിവിൻ പോളിയുടെ 2026-ൽ റിലീസായ സർവം മായയാണ്. 5-ാം സ്ഥാനത്ത് പൃഥ്വിരാജ് സുകുമാരൻ തകർത്ത് അഭിനയിച്ച ആടുജീവിതം 9 ദിവസമാണ് എടുത്തത്. 4-ാം സ്ഥാനത്ത് 8 ദിവസം കൊണ്ടെത്തിയ ജയസൂര്യയുടെ ആട് 3 ഈ ക്ലബ്ബിലെത്തിയ ഏറ്റവും പുതിയ എൻട്രിയാണ് ആട് 3. 7 ദിവസം കൊണ്ട് ഈ ക്ലബ്ബിലെത്തിയ കല്യാണി പ്രിയദർശന്റെ ലോകർ ചാപ്റ്റർ 1 ഈ ലിസ്റ്റിൽ 3-ാം സ്ഥാനത്തുള്ളത്. 2-ാം സ്ഥാനത്ത് മോഹൻലാൽ തരുൺ മൂർത്തി കൂട്ടുകെട്ടിൽ പിറന്ന തുടരുമാണ്. 1-ാം സ്ഥാനത്ത് വീണ്ടും ഒരു മോഹൻലാൽ ചിത്രമാണ്. വെറും 2 ദിവസം കൊണ്ട് ഈ ക്ലബ്ബിലെത്തിയ മോഹൻലാൽ പൃഥ്വിരാജ് കൂട്ടുകെട്ടിൽ പിറന്ന എമ്പുരാനാണ് ഈ ലിസ്റ്റിൽ 1-ാമൻ. മോഹൻലാലിന്റെ 4 ചിത്രങ്ങളാണ് ഈ ലിസ്റ്റിലുള്ളത്.